2023 ഡിസംബർ ഒരു പകുതിക്ക് തൊട്ട് ഞങ്ങൾക്ക് തുടങ്ങിയ അസുഖങ്ങളാണ് കേട്ടോ. ഇപ്പോഴും അതിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ പണ്ടത്തെ രീതിയിലേക്കൊന്നും തിരിച്ചെത്തിയിട്ടില്ല. സ്റ്റീവിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവൻ്റെ മാറി എനിക്ക് വന്നു, സന്നിധാനം വന്നു, അതിൻ്റെ കൂടെ അമ്മയ്ക്കും കൂടി വന്നായിരുന്നു. അപ്പോൾ ഗ്രേസിനും വന്നു പോയി. വലിയ പ്രോബ്ലങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഗ്രേസിനും സ്റ്റീവിനും എനിക്ക് സന്നിധാനൊന്നും വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല. ചെറിയതായിട്ട് രീതിയിൽ ഒരു കംപ്ലീറ്റ് ആവാത്തതിൻ്റെ ഒരു ഇതുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് വന്നപ്പോൾ അത് ശരിക്കും ഞങ്ങൾക്ക് നല്ല രീതിയിൽ പണി തന്നു. കാരണം അമ്മ ഓൾറെഡി വയ്യാത്തൊരാളാണ്, ബെഡിൽ കിടക്കുകയാണല്ലോ. പിന്നെ ഓൾറെഡി അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പനിയും ഇതൊക്കെ വന്നപ്പോൾ അമ്മേനത് വളരെ 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 ഇതായിട്ട് ബാധിച്ചു. അപ്പോൾ ഇഞ്ചക്ഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം സെറ്റായി, എല്ലാം റെഡിയായി. പക്ഷെ അമ്മ ഇതുവരെ ഭക്ഷണമൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കണില്ല. ഡ്രിപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കണത്. അമ്മ ഓക്കെയാണ്. പക്ഷെ എന്നാലും അമ്മ പണ്ടത്തെ ആ ഒരു പാട്ട് പാടുന്ന അമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു അമ്മയിലേക്ക് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല കേട്ടോ. ഉറക്കവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും എല്ലാം റെഡിയായി വരുമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലാവർക്കും കൂടി പനിയും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടേ മൊത്തത്തിൽ വീട്ടിൽ കാര്യങ്ങളൊന്നും നമ്മൾ ഒന്ന് കുക്ക് ചെയ്യാനോ ഒന്നിനൊരു എനർജി ഉണ്ടായിരുന്നില്ല, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ വളരെയധികം ഇങ്ങനെ ബാക്കിലേക്കൊക്കെ പോണതും ഞങ്ങൾ ഉഷാറായി വരും അങ്ങനെ ഡൗണായൊക്കെ വരുന്നതും എല്ലാത്തിനും. ഇപ്പോൾ സണ്ണിചേട്ടൻ ആണ് എല്ലാത്തിനും ഓടാനുണ്ടായിരുന്ന ഒരാൾ. ഇപ്പോൾ സണ്ണിചേട്ടനാണെങ്കിൽ ഇപ്പോൾ ക്യാൻഡിലൊക്കെ ഇട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ്. 2 നേരം പോയി ഇഞ്ചക്ഷൻ എടുക്കും, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. എന്നാലും ഞങ്ങൾ ഉഷാറായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും കഞ്ഞി തന്നെയാണ് ഞങ്ങൾ മെയിൻ ആഹാരം എന്ന് പറയുന്നത്. പിന്നെ നല്ല ഇടയ്ക്കൊക്കെ ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 2-3 ദിവസത്തെ വിശേഷങ്ങളാണ്. വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാറൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കൊന്നും ചെയ്യാനുമില്ല, ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനോ ഒന്ന് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാനോ നമ്മുടെ ഡെയിലി റുട്ടീൻസ് ഫുള്ള് എല്ലാം ഒരു തലതിരിഞ്ഞ അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചായയുടെ കൂടെ ബ്രെഡും മുട്ടയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഒന്ന് മുക്കി പൊരിച്ചതാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ അമ്മയ്ക്ക് പിന്നെ കഞ്ഞി ഒന്നും വേണ്ട, അമ്മയ്ക്ക് ആകെ ചായ മാത്രമേ ഇപ്പോൾ കുടിച്ചോളൂ രാവിലെ. പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ AC ക്ലീൻ ചെയ്യാൻ ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ അസുഖങ്ങളൊക്കെ മാറി തുടങ്ങുമ്പോഴേക്കും ഒരേ സൈഡായിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഗുഡ് മോർണിംഗ്. അവധി വേറെ എന്താ എന്തുട്ടോടെ ചീച്ചിൻ്റെ ചെരുപ്പാ. അവര് എണീറ്റ് ചായ കുടിച്ചു, അമ്മയ്ക്കൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് നെബിലൈസ് ചെയ്യാനുണ്ട്, അപ്പൊ അതിനൊക്കെ കൊടുത്തേക്കാണ്. സന്ധ്യാടൻ ഇഞ്ചക്ഷൻ ഉണ്ട് അമ്മയ്ക്ക്. അമ്മ ഫുഡൊന്നും കഴിക്കണില്ല, അപ്പൊ അതുകൊണ്ട് ഡ്രിപ്പ് ഇടാൻ വേണ്ടി നേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. അപ്പേനെ വെയിറ്റ് ചെയ്യാം. ചേച്ചി പെണ്ണ എവിടെയാ? ഗ്രേഷു എവിടെ? ഗ്രേഷു ചേച്ചിനെ വിളിച്ചേ, ചേച്ചിനെ വിളിച്ചേ. ചേച്ചി ഉറക്ക വിളിച്ചേ, വിളിക്ക്, ഉറക്ക വിളിക്ക്. ചേച്ചി വിളിച്ചേ. ചേച്ചി എവിടെയാ? ചേച്ചിനെ വിളിച്ചേ. ചേച്ചി ഉറക്ക വിളിക്ക്. ഗ്രേസ് ചേച്ചി, ഗ്രേസ് ചേച്ചി വിളിക്ക്. അകത്തേക്ക് പോവാ. എനിക്ക് ഇങ്ങടെ പോണേ. മോളി ഇറങ്ങ്, അകത്തേക്ക് പോവാ. അകത്തേക്ക് പോവാ, വാ അകത്തേക്ക് പോവാ. വായു ചേച്ചിനെ വിളിക്ക, നമുക്ക് ചേച്ചിനെ വിളിക്ക. കൊച്ചു വാ, കൊച്ചു വാ, കൊച്ചു വാ. വായു ചേച്ചിനെ വിളിക്കാന്ന്. പോവാ. വേണ്ടേ? അപ്പൊ എന്നിട്ട് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കഞ്ഞിയും ലൂബിക്ക അച്ചാറും. നല്ല സൂപ്പർ ലൂബിക്ക അച്ചാറാണ് കേട്ടോ. നല്ല അടിപൊളി അച്ചാർ, മമ്മിയുടെ സ്പെഷ്യൽ അച്ചാറാണ്. എന്തായാലും അടിപൊളി അച്ചാർ.
അപ്പം അങ്ങനെ ദേ ഞാൻ ഗ്രേസ് സ്റ്റീവിന് ഡയപ്പർ ഓർഡർ ചെയ്ത് വന്നായിരുന്നു. അപ്പം ഇന്നലെ വന്നതാ. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കാരണം ഞാൻ പിന്നെ പൊട്ടിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കത്തിയൊന്നും എടുത്തില്ല കേട്ടോ. ബോക്സ് പൊട്ടിക്കാൻ ശരിക്കും കത്തി എടുത്തൊന്ന് കീറിയാൽ മതിയായിരുന്നു. പിന്നെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പയ്യെ 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 ദേ ഇങ്ങനെ കീറി പൊളിച്ച് എടുക്കുകയാണ്. എപ്പോഴും ഞങ്ങൾ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഡയപ്പറുകളൊക്കെ മേടിക്കാറ്. ഇവിടെ നമ്മുടെ അത്രയും കഴിയണ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഞാൻ പുറത്ത് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് മേടിക്കാറുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ ഓർഡർ ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. കുറേ പേര് ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയാം. ഞാൻ സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടൊക്കെ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് ഒന്നും വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും ഇടാത്തത്. പിന്നെ ദേ അമ്മയ്ക്ക് അമ്മേൻ്റെ ദേ ഇഞ്ചക്ഷൻ ഡ്രിപ്പ് ഇടാൻ വേണ്ടി ക്യാനലിൽ കുത്താൻ വേണ്ടി നേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അമ്മയുടേതേക്ക് ഞരമ്പൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ അമ്മ ഒന്നുകൂടെ ഉഷാറായി കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ സത്യം പറഞ്ഞൊരു സന്തോഷം കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ ഈ ഉച്ചയ്ക്കത്തേക്ക് ഞാൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം ഒരു കടച്ചക്ക ഇരിപ്പുണ്ടായിരുന്നത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സണ്ണിചാടൻ നഴ്സിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വന്ന് പിന്നെ സണ്ണിചാടനും ഗ്രേസും കൂടി ഞങ്ങളുടെ അടുത്ത് കാടുവച്ചി പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉച്ച നേരത്ത് പോയിട്ട് കുറച്ച് ബലൂണും ഇങ്ങനെ ടോയ്സും കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ചേട്ടൻ മേടിച്ചു കൊടുത്തു. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഗ്രേസ്. ക്രിസ്മസിനാണെങ്കിലും ഗ്രേസിന് ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റിയില്ല. പാർക്കിലൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അതൊന്നും നമുക്ക് നടന്നില്ല. കൊച്ചിൻ്റെ പ്രാവശ്യത്തെ വെക്കേഷനൊക്കെ വെറുതെയൊക്കെ ഇങ്ങനെ പോയി. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. എങ്ങനെയാണ് നിങ്ങളുടെ അവിടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഗ്രേസുടേക്ക് ടോയ്സ് കിട്ടിയ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ സ്റ്റീവിനും മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത് സ്റ്റീവിന് ഇത് ഗ്രേസിന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്തമാനത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഗ്രേസ് കുട്ടി. അപ്പം എല്ലാവർക്കും ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ കമൻറ്റ് ചെയ്തായിരുന്നു സ്റ്റീവ് ക്ഷീണിച്ചില്ല എന്നൊക്കെ. ഫുഡ് കഴിക്കലൊക്കെ കണക്ക് തന്നെയാണ്. എല്ലാവരും ഇത് ഉഷാറായി വന്നുകൊണ്ടേക്കുന്നുള്ളൂ. അപ്പം കുറച്ചും കൂടി ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇനി ബാക്കി വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്യണം. സന്നിധാനം വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര നേരം. മേടിച്ചതാ ഗ്രേസിനെ സ്റ്റീവിനോ? സൂപ്പർ. ഉച്ചു സാരില്ല. അമ്മ ഉറങ്ങ. അമ്മ അറിയണോല്ലേ ചേട്ടാ? അറിയണോല്ലോ അത്ര ഉറക്കം. എനിക്ക് ഭക്ഷണം കഴിക്കാം. എനിക്ക് അങ്ങനെ ഈ സന്ധ്യ ആവാറായി. ഇപ്പം എല്ലാ ദിവസവും രാത്രി 2-3 ദിവസമായിട്ട് മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് പറയണേ. നല്ല ഇടിവെട്ടും മഴയും കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്തോളൂ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.